അപ്പൊ ഒന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബസ്സിന്റെ അടുത്ത് എന്താ പറയാ വണ്ടി കൊണ്ടുപോയിട്ട് സിവിക്ക് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കുകയെന്ന് കുറെ ആൾക്കാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബസ്സിന്റെ ഫാൻസറാണ് കൂടുതൽ അയച്ചത്. അപ്പൊ എന്താ പറയാ അവരൊന്ന് കൊണ്ടുപോയി കാണിക്കാച്ചിട്ട് ഞാനും ആദ്യം കൂടി ഇറങ്ങിയതാണ്. അപ്പോ 4:20 പുറത്തുനിന്ന് ഒരു ചാലുണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ ചെയ്യണത്. ആദ്യം നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നതാണ് ഇപ്പൊ അവിടെ. അപ്പൊ ഞങ്ങള് 4:20 ആകുമ്പോൾ അവിടെ എത്തണം. അപ്പൊ ഏകദേശം 4:10 10 ഗ്യാപ്പേ ഉള്ളൂ. 10 കൊണ്ട് പുറത്തൊരു സ്റ്റാൻഡിലെത്തിയിട്ട് അവിടുന്ന് വണ്ടിയുടെ കുറച്ച് പിക്കുകളൊക്കെ അടിക്കാം അതിനാണ് നമ്മൾ വന്നത്. എല്ലാവർക്കും തിരക്കണ്ട സാധിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ 1778 അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നോട്ടാ. പെട്രോൾ അടിക്കാൻ നമ്മളെ നാട്ടിൽ ഒരു പമ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പെട്രോൾ അടിച്ചുകൊണ്ട് നേരെ ഏപ്രിൽ നൈസായി. അപ്പൊ പെട്രോൾ അടിച്ചുകൊണ്ടാണ് അവിടെ പോകാൻ. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെന്താ പറയാ നമ്മളെല്ലാ വണ്ടിന്റെ വിശേഷങ്ങളും നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതാണ്. 1778 നമ്മളെല്ലാ വണ്ടിന്റെ എല്ലാ അപ്ഡേഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ വണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പോകാനായി. അപ്പൊ ഇവരിവിടെ ഉണ്ടാവും, ഫാദൊക്കെ ഉണ്ടാവും. നമ്മള് എന്താ പറയാ എല്ലാ വീഡിയോസും നമ്മൾ എല്ലാ രീതിയും അപ്ഡേറ്റ് ചെയ്യുന്നതാട്ടാ. എന്താ പറയാ പിന്നെ ഞങ്ങള് വിചാരിച്ച പ്ലാന് കൊളായി. വണ്ടി ഞങ്ങളെക്കാട്ടിയും 2 മിനിറ്റ് മുമ്പ് പോയിന്നല്ല, ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയില്ല. നമ്മള് ശനിയാഴ്ച ഉണ്ട് കല്യാണം കുറെ ഉണ്ടായിട്ട് അതിന്റെ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ലേറ്റ് ആയി. അപ്പൊ എന്തായാലും ആ പ്ലാൻ വിട്ടു. അപ്പൊ എന്തായാലും ഞങ്ങൾ വന്നല്ലേ പുറത്തൊരു സ്റ്റാൻഡിൽ വെച്ചിട്ട് 2 വണ്ടിയുടെ നല്ല അടിപൊളി പിക്കൊക്കെ അടിക്കാന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ വന്നതാണ്. അപ്പോ എന്താ പറയാ ഫാദി അപ്പൊ നോക്കിയല്ലോ. അപ്പൊ ഫാദി ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യങ്ങള്. അതിനുമ്പ് 1-2 കാര്യങ്ങൾ കാണിച്ചു തരാണ്ട്. നമ്മളെ വണ്ടി ഒന്ന് പണിക്ക് കയറ്റിയ സമയത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. വലിയ ഐറ്റംസ് ഒന്നുമല്ല. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ 2 നല്ല പിക്ക് അടിക്കാന്നൊക്കെയുള്ള പ്ലാനിലാണ്. അപ്പൊ ഒന്ന് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഷോപ്പിൽ കണ്ടതാ. നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാ. ഓക്കെ, ഇതൊന്നും നോക്കാം. കണ്ടോ കണ്ട് വായി സാധനം കൊള്ളില്ലേ? അത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോക്ക് പോകുമ്പോൾ മറ്റേ ഇതിന്റെ സാധനടാ. അപ്പൊ ഇതുണ്ട്. പിന്നെ അതേപോലെ രണ്ടാമത്തെ സാധനം ഇതാണ്. എന്താ പറയാ ഇത് നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് ഫാദിയ. ഇത് ഞാൻ അന്ന് ഇതാക്കിയ അടിപൊളി സ്മെല്ലായിരുന്നു. വണ്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി സ്മെല്ല്. ഇത് എങ്ങനെ വെക്കുക എങ്ങനെ സംഭവം ഇതിലുണ്ടാവും. 30 ദിവസം വരെ ഇതിന്റെ സ്മെല്ലുണ്ടാവും തോന്നുന്നു ആണല്ലേ. ഇപ്പൊ ഇത് നമ്മളെ ഇന്ന് ഊരിയിട്ട് കവർന്ന് ഊരിയിട്ട് എന്താ പറയാ ഇതിലേക്ക് തന്നെ കയറ്റുക. പിന്നെ എന്നിട്ട് ഇത് തൂക്കാനാണ്. എന്തായാലും നമ്മൾ തൂക്കണില്ല, ഇവിടെ വെക്കുന്നുണ്ട്. ആ സ്മെല്ല് കിട്ടിക്കൂടല്ലേ ഫാദിയ? ഇവിടെ ആരും കിട്ടുമല്ലോ, കിട്ടുന്നില്ല, നല്ല സ്മെല്ലില്ല. അപ്പോൾ മേടിച്ച പൈസ എന്തായാലും മുതലായിരിക്കണം. ആ ചാവി ആണല്ലോ. അതേപോലെ നമ്മൾ വണ്ടിയിലും കുറെ ആയിട്ട് ഉപയോഗിക്കാതെ വെച്ച സാധനം കിട്ടാ. ഒന്ന് എടുത്തിട്ട് ഒന്ന് ഫാദിയ ഒന്ന് ഉപയോഗിച്ച് വെച്ചാലത് ബാക്കിയിട്ട് നോക്കി കേട്ടാ. ചാർജർ കാരണം എല്ലാം ഉണ്ട്. ചാർജറൊക്കെ വീട്ടിൽ വെക്കണം പോയിട്ട്. വണ്ടിയിൽ കുറവ് സൈഡിനൊക്കെ എടുക്കുന്ന സാധനം. ഇതൊക്കെ ഇതിന്റെ യൂസിങ് അറിയാം ഫാദിയ? അല്ല അത് സംഭവം അടിപൊളിയാണ്. പിടിച്ചോക്ക്. ഹലോ ട്ടാ ചാനൽ എത്ര നോക്കണ്ടേ? 3 ആക്ക്. ഹലോ ഹലോ കേക്കണ്ട? സൗണ്ട് പിടിക്കാം. ആ ഹലോ 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 കേക്കണ്ട? ഹലോ 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 അല്ല വീഡിയോ ആണോ? ഹലോ 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 അപ്പൊ തട്ടാ അത് നമ്മൾ വാക്കി ടോക്കി അൺബോക്സിങ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുറെ ആയിട്ട് എടുക്കല്ലേ. അപ്പൊ ഒന്ന് ജസ്റ്റ് എന്താ പറയാ ഫാദിയ ഒന്ന് ഉപയോഗിച്ച സാധനം. ഹലോ 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 സൗണ്ട് ഒന്ന് വിട്ട് വരട്ടോ. ആ ഇങ്ങോട്ട് സൗണ്ട് ഇടിക്കാം. ഇത് നെക്കി പിടിക്കാം. അല്ല ആ ഇത് നെക്കി പറഞ്ഞു. ആ അടുത്ത് നിന്നിട്ട് അത്യാവശ്യം ഡിസ്റ്റൻസ് വേണം സംഭവത്തിന്. കേട്ടില്ലേ? അപ്പൊ അതാണ് അതിന്റെ സംഭവം. ഇതൊക്കെ എടുത്ത് ഇനി വീട്ടിൽ കൊണ്ടാക്കണട്ടോ. വണ്ടി അടുത്തപ്പോ വർക്ക് എടുക്കുമ്പോഴത്തേന് ഈ സാധനം തൂക്കിയിട്ട് എങ്ങനെയുണ്ട് ഫാദിയ? അടിപൊളിയല്ലേ? രക്ഷയില്ലല്ലോ. രാത്രി ഹലോ ഹലോ കേക്കണ്ട? ഓവർ ഓവർ ആ ഇപ്പൊ റെഡി ആയി. രണ്ടിലും ഓരോ ചാനൽ ഒരേ ഇതിലാക്കി വെച്ചിട്ടേ പിന്നെ ചെയ്യണം തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഷൂട്ടിന് വന്നാട്ടാ. പുറത്തൊരു സ്റ്റാൻഡിലാണുള്ളത്. ഫാദി എങ്ങനെയുണ്ട്? ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഫാദി നല്ല ഫോട്ടോഷൂട്ടാണ്.
ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ എടുക്കണ്ട. അപ്പോൾ തന്നെ നമ്മളെ അത്യാവശ്യം പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. കണ്ട പിള്ളേരൊക്കെ ഇതുപോലെ കളിക്കാൻ വന്ന പിള്ളേരാന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ വെച്ചിട്ട് വണ്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എടുക്കണ വെച്ചിട്ട് നടന്നില്ല. വണ്ടി ഒരു 5 മിനിറ്റ് മുമ്പ് ലേറ്റായി. ആദ്യം ഫോട്ടോസ് ഇതാ, ആദ്യം ഫോട്ടോ എടുത്താണ്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, വെയിലുള്ളതുകൊണ്ട് അത്ര ഒരു ഇത് വരാത്ത. നോക്കി നോക്കിയതാ വെയിലില്ലാത്ത ഫോട്ടോസ്. ഓക്കെ ഓക്കെ, വണ്ടി സൈഡിൽ നിന്നും കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇനി കുറേ വർക്കുകൾ ചെയ്യാനുണ്ട് കേട്ടോ. അതിന് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം എയറയിലാണ് മെയിൻ. പിന്നെന്താ പറയുക, ഇവിടെ അന്ന് നമ്മൾ കൊണ്ടുപോയപ്പോൾ ബമ്പർ ഊരി കുടിക്കുമ്പോൾ അത്യാവശ്യം പുട്ടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെന്താ പറയുക, നമ്മളെ വീലും അത്യാവശ്യം എന്താ പറയുക, അത് പോയി കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി. ആദ്യം എന്തായാലും ഫോട്ടോഷൂട്ട് പരിപാടി കേട്ടോ. ഞാൻ എന്ത് ചെയ്യും, 4 സൈഡിൻ്റെ അടിപൊളി വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വണ്ടി പിന്നെ എവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടല്ലോ. പിന്നെ പിള്ളേരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ കേട്ടോ. എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അന്ന് നോക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. അതുപോലെ നമ്മൾ വണ്ടീൻ്റെ ഇൻറ്റീരിയൽ ഭാഗമൊക്കെ എന്താ പറയുക, ഇതുവരെ നമ്മളാർക്കും കാണിച്ചു തന്നിട്ടില്ല. ഇൻറ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ഡോറ് ലോക്കാണ്. അപ്പോൾ ഡോർ തുറന്നിട്ട് ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം. ഫ്രണ്ടിൽ കണ്ടോ സ്റ്റാറിങ് വരുന്നുണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന ഉടനെ RPM മെഷീൻ വരുന്നുണ്ട്. പിന്നെന്താ പറയുക, കാർബൺ ഫൈബറിൽ ചെയ്തത് വരുന്നുണ്ട്. നമ്മുടെ ഡോറ് ഫ്ലൈ ഡോറാട്ടോ. ഈ സാധനം വരുന്നത് മീഡിയം തായ്ലാൻഡിൻ്റെ സാധനമാണ് വരുന്നത്. അത് നമ്മൾ പഴയ ആളല്ല, അതിൻ്റെ പഴയ ഓണർ മുഫ്ലി എല്ലാവർക്കും അറിയാലോ. അവൻ ചെയ്ത വർക്കുകളുണ്ടാവും. അതൊക്കെ ഇതും ഈ വണ്ടിൻ്റെ ഐഡൻറ്റിറ്റി മൊത്തം അവനക്ക് തന്നെയാണ്. പിന്നെ നമ്മളെ കയ്യിലിട്ടിട്ട് നമ്മൾ കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ സീറ്റും പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റൊക്കെ വരുന്നത് എന്താ പറയുക, ബക്കറ്റ് സൈഡ് സീറ്റ് തന്നെയാണ്. പിന്നെ സ്റ്റാറിങ് ഡിഫറെൻ്റ് ആണ്. ഗിയറിൻ്റെ ലിവർ വരുന്നത് അതൊന്നും ചേഞ്ച് ചെയ്യാണ്ട്. പിന്നെ എന്താ പറയുക, ഡാഷ്ബോർഡ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെന്താ പറയുക, മൊത്തത്തിൽ വണ്ടി ഇരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ആ ഒരു ഫീൽ ഉണ്ടാവും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് വരുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ എന്താ പറയുക, ഇതേപോലെ ഒരു കിറ്റ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഇതാണ് വരുന്നത് കേട്ടോ. സ്പോയിലർ വരുന്നുണ്ട്. പിന്നെന്താ പറയുക, ഈ ഓറഞ്ച് കളറിൻ്റെ കൂടെ എന്താ പറയുക, നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് സീറ്റിലേക്ക് വന്നാൽ 3 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിന് വരുന്നത്. നല്ല സൗകര്യമുണ്ട്. പിന്നെന്താ, ഫുള്ള് സ്പീക്കറും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്, കാണാൻ പറ്റും. പിന്നെ ഇന്ത്യയിലും ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ വരുന്നത് നമ്മളെ ഗ്ലാസ് ഓപ്പണും ഇതും ചെയ്യാനുള്ളൊരു ഇതായിട്ട് വരുന്നത്. അതുപോലെ പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴും നമ്മൾ ഡോറിൻ്റെ ഒക്കെ ഇവിടെ ഈ സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത്. ബാക്കിൽ വന്ന തന്നെ ഗ്ലാസിൻ്റെ വിൻഡോൻ്റെ സ്വിച്ചുകളാണ് വരുന്നത്. ഡ്രൈവർ സീറ്റിൽ അറിയാലോ, അവിടെ 4 സൈഡിലും വരുന്നുണ്ട്. ഞാൻ ഫ്ലൈ ഡോർ ആയിക്കൊണ്ടാണ് കാണിച്ചു തരാത്തത്. അപ്പോൾ ഉള്ളിലൊന്നും നമ്മൾ വലിയൊരു വർക്ക് ചെയ്യുന്നില്ല. സീറ്റ് ചെറിയൊരു ഡാമേജും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ ബാക്കിയുള്ള വർക്കുകളൊക്കെ എന്താ പറയുക, നമ്മൾ മെയിൻലി ചെയ്യുന്ന വർക്കുകൾ മൊത്തം പുറത്താക്കാട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ വർക്കും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വേറൊരു വർക്കിലേക്ക് വരാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോ നമ്മൾ ഇനി വരും കേട്ടോ.